പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയും, ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണമെന്ന് ആദ്യം. ഈ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരണ ഒരു ധ്യാനചിന്ത, ദൈവം ഉണ്ടെന്നല്ല വിശ്വസിക്കേണ്ടത്. അത് പ്രിലിമിനറീസിൽ അങ്ങനെ പറ്റും. സാധാരണ വിശ്വാസത്തിലേക്ക് വരുന്ന ആൾക്കാരെയാണ് പൗലോസ് അഭിസംബോധന ചെയ്തത്. വിജാതിയുടെ അപ്പോസ്തലനായതുകൊണ്ട് വിശ്വാസത്തിലേക്ക് ഫ്രഷ് ഹാൻഡ്സായിട്ട് വരുന്ന ആൾക്കാരെ ആണ് പൗലോസ് അപ്പോസ്തലൻ അഭിസംബോധന ചെയ്യേണ്ടി വന്നത്. അപ്പം തുടക്കക്കാരുടെ സഭയായിരുന്നത്. പക്ഷേ ഒരു വിധം വളർന്ന സഭയിൽ ദൈവത്തെ വിശ്വസിക്കുമ്പോഴേ ദൈവം ഉണ്ടെന്നല്ല വിശ്വസിക്കണത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൂവ് ചെയ്യേണ്ട ഫാക്റ്റല്ല. പിന്നെ എന്താ വിശ്വസിക്കേണ്ടത്? ദൈവത്തെ വിശ്വസിക്കുന്നവരെ ദൈവം സ്നേഹമാണെന്ന് തന്നെയാണ് ആദ്യം വിശ്വസിക്കേണ്ടത്. എനിക്ക് തോന്നണത് ദൈവം സ്നേഹമാണെന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടെ അഭിഷേകപ്രകാരം വിശ്വസിച്ചാൽ തീരാവുന്ന പ്രശ്നമേ മനുഷ്യനുള്ളൂ. കാര്യം എൻ്റെ സ്നേഹ ദൈവം തൽക്കാലത്തേക്ക് എൻ്റെ ജീവിതത്തിൽ രോഗമായാലും അല്ലെങ്കിൽ കടമായാലും കുടുംബത്തിൻ്റെ തകർച്ചയായാലും എൻ്റെ ദൈവം ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ സ്നേഹത്താൽ എന്നെ ഉപദ്രവിക്കാൻ, ലോകത്തെ കൊണ്ട് എന്നെ ഉപദ്രവിപ്പിക്കുമ്പോൾ നോക്കി നിൽക്കാൻ അവന് പറ്റത്തില്ല. കർത്താവ് ഒരിക്കലും നോക്കി നിന്നിട്ടില്ല ഓരോരുത്തും. ആരുടെ ദൈന്യതയുടെ മുമ്പിലും ചുമ്മാ നോക്കി നിൽക്കാത്തവനാണ് നിന്റെ ദൈവം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ, ആരാധന ആരാധന യേശുവേ, നന്ദി യേശുവേ, സ്തുതി. ഹല്ലേലൂയ. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്താ അച്ഛൻ അങ്ങനെ പറയാൻ കാരണമെന്നറിയാവോ? ഇപ്പം ഒരു അന്ധനെ കർത്താവ് ഒരു കാലം കണ്ടു. അവൻ്റെ കണ്ണടഞ്ഞിരിക്കണത് കണ്ടു. കണ്ണടഞ്ഞിരിക്കണവനെ കണ്ടാൽ അവൻ കർത്താവിനെ കാണുന്നില്ലല്ലോ. ശരിയല്ലേ? കണ്ണടഞ്ഞിരിക്കുന്നവനെ കണ്ടാൽ അവൻ കർത്താവിനെ കാണുന്നുണ്ടോ? ഇല്ലേ. അപ്പോൾ കർത്താവ് എന്നാ ചെയ്താലും അവന് പ്രശ്നമില്ല, ഇല്ലേ? അവൻ കാണുന്നില്ല. കർത്താവ് അവനെ നോക്കി നിന്നാലും അവന് പ്രശ്നമില്ല. അവനെ നോക്കി നിന്നിട്ട് കടന്നു പോയാലും അവന് പ്രശ്നമില്ല. കാര്യം അവൻ കർത്താവിനെ കാണുന്നില്ല. കാര്യം അവൻ്റെ കണ്ണ് അടഞ്ഞിരിക്കുകയാണ്. കർത്താവ് അവിടെ നോക്കി നിൽക്കാൻ തയ്യാറല്ല. അവൻ കണ്ടാലും കണ്ടില്ലെങ്കിലും കർത്താവ് ഒരു കാഴ്ചക്കാരനെ പോലെ അവൻ്റെ ദൈന്യതയെ നോക്കി നിൽക്കാൻ തയ്യാറല്ല നിന്റെ ദൈവം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 യേശുവേ, നന്ദി. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും.
ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഒരു കാഴ്ചക്കാരനല്ല. അതാണ് നമ്മുടെ ധ്യാനത്തിൻ്റെ ഇന്നത്തെ സന്ദേശം. കർത്താവ് നിൻ്റെ ദൈന്യതയിലേക്ക് നോക്കി നിൽക്കുന്നവനല്ല. നീ കണ്ടാലും കണ്ടില്ലെങ്കിലും അവൻ്റെ കണ്ണടഞ്ഞിരുന്നിട്ടും അന്ധനോട് കർത്താവ് ചോദിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8:41, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-41 തിരുവചനം. ഞാൻ നിനക്ക് വേണ്ടി, ഏറ്റു പറഞ്ഞേ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പൊ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8:41 ഈശോ അവനോട് ചോദിക്കുകയാണ്. അവൻ ഈശോനെ കാണുന്നില്ല. അവൻ കർത്താവിനെ കാണുന്നില്ല. അപ്പോൾ കർത്താവ് കടന്നു പോയാലും ആരാണ് വന്നത് ആരാണ് പോയതെന്നൊന്നും അവനെ അറിയത്തില്ല. ആരാണ് വന്നത് ആര് വന്നാലെന്ത്, ആര് പോയാലെന്ത്? ചില മനുഷ്യരുടെ ജീവിതം അങ്ങനെയാണ്. ചിലപ്പോൾ മനുഷ്യൻ്റെ വേദന കാരണം ഒന്നിലും ഒരു താല്പര്യം തോന്നാതിരിക്കും നമുക്ക്. ആര് വന്നാലെന്ത്, ആര് പോയാലെന്ത്? കാര്യം നമ്മൾ അവരെ കാണുന്നില്ല. പക്ഷെ കർത്താവ് അങ്ങനെയുള്ള ജീവിതത്തിൽ നിന്ന് ടോട്ടലി ഡിപ്രൈവ്ഡ്, ജീവിതത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നു. ജീവിത അനുഭവങ്ങളോ ജീവിത സംഭവങ്ങളോ ചരിത്ര സംഭവങ്ങളോ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളോ ഒന്നും നമുക്ക് പ്രസക്തമല്ലാത്ത ഒരു ജീവിതമുള്ള ആൾക്കാരുണ്ടാകും. വെദർ ദേ ഹാവ് ഗോൺ ഓർ കം, ദ ഡസൻറ്റ് മേക്ക് എനിത്തിങ്, ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ഡിപ്രൈവ്ഡ് ആയിട്ടുള്ളവരുടെ മുഖത്ത് നോക്കിയിട്ടാണ് കർത്താവ് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? തന്നെ കാണാത്തവരെയും കടന്നു പോകുന്നവനല്ല നിന്റെ കർത്താവ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 8:41 ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾ കർത്താവിനെ കാണുന്നില്ല എങ്കിലും കർത്താവ് നമ്മളെ കണ്ടാൽ മതി. ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നില്ല, ഓഡിയോ ഫാക്കൽറ്റി വർക്ക് ചെയ്താൽ മതി. നമുക്ക് ദൈവമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഫാക്കൽറ്റിയാണ് ഉള്ളത്. ഒന്ന് വിഷ്വൽ ഫാക്കൽറ്റി, കാണണം. അവൻ അന്ധനായത് കാരണം കാണുന്നില്ല, പക്ഷെ ഒരു ഓഡിയോ ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നുണ്ട്, അവന് കേൾക്കാം. അതുകൊണ്ട് കർത്താവ് അവനോട് ചോദിച്ചു, വാട്ട് ഐ ഷുഡ് ഡു ഫോർ യു? എന്ത് ചെയ്യണം ഞാൻ നിനക്ക് വേണ്ടി? അപ്പോൾ അവൻ തർക്കിക്കാൻ പോയില്ല. നീ എന്തിനാണ് ഒരു അന്ധൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിക്കണത്? നിനക്ക് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലേ, നീ ദൈവമല്ലേ, അങ്ങ് ചെയ്താൽ പോരെ, എൻ്റെ കണ്ണ് കാണണമെന്ന് അങ്ങനെയുള്ള ഡയലോഗിനൊന്നും അവൻ തയ്യാറല്ല. അഹങ്കാരമുള്ളവരാണ് അങ്ങനെ ഡയലോഗിന് തയ്യാറാകണത്. അവൻ ചോദിച്ചു, കർത്താവെ എനിക്ക് കാണണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8:51 നമ്മൾ കണ്ടതാണ്. അതായത് കർത്താവെ എനിക്ക് കാണണം. അപ്പോൾ അവിടെ വരുന്നൊരു വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ധ്യാനിക്കാൻ വേണ്ടി മാത്രം കാര്യമുണ്ട്. കാര്യം അവനെ കാണേണ്ടതാണ് അവൻ്റെ കാര്യമെന്ന് കർത്താവിനറിയാം. അവനെ കണ്ണടഞ്ഞിരിക്കുകയാണെന്ന് കർത്താവിനറിയാം. പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. എന്താണ്? പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ
നമ്മൾ തന്നെ പറയണം. അതാണ് വിഷയം. അതാണ് ലൂക്ക 8:51 കണ്ടത്. അതായത് നമ്മുടെ വിഷയം നമ്മൾ തന്നെ പറയണം. അതാണ് പ്രാർത്ഥനയുടെ പ്രസക്തി എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാണ്ടിരിക്കട്ടെ, ദൈവത്തിനെല്ലാം അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മണ്ടത്തരൊന്നും കാണിച്ച അഹങ്കാരമാണ്. അത് പ്രാർത്ഥിക്കാൻ കഴിയാത്തവരുടെ മുട്ടായുക്തികളാണ്. പ്രാർത്ഥിക്കാൻ കഴിയാത്തവരുടെ മുട്ടായുക്തി എന്ന് പറയുന്നത് അവിശ്വാസിയുടെ മുട്ടായുക്തിയുമാണ്. നീ അതിൽ പങ്കുചേരരുത്, അവിശ്വാസ പ്രവർത്തനങ്ങൾ പങ്കുചേരരുത്. കർത്താവിന്റെ വചനത്തിലുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇയാൾ താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ എൻ്റെ കുടുംബത്തെ അനുവദിച്ചതിനെ ഓർത്ത് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. എൻ്റെ പേര് ടിനു, ഹസ്ബൻഡ് ടോണി, ഞങ്ങളുടെ മകള് സീവ. ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുത്തത് 18/3/2023 ഞങ്ങൾ കോട്ടയം മണ്ണാറുകുന്ന് സെൻറ്റ് ഗ്രിഗോറിയോസ് ചർച്ച് ഇടവകാംഗങ്ങളാണ്. ഇപ്പോൾ ഞങ്ങൾ ന്യൂസിലാൻഡിൽ നിന്നാണ് വരുന്നത്. ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ കുഞ്ഞിന് 7 മാസത്തോളം പ്രായമുള്ളപ്പോൾ അവൾക്ക് ചെറിയ സ്പാസം പോലെ വരുമായിരുന്നു. കുറച്ച് നേരത്തേക്ക് കൊച്ചനങ്ങത്തൊന്നുമില്ല, കണ്ണൊക്കെ തുറച്ചിങ്ങനെ നോക്കും കുറച്ച് നേരം. അത് ആദ്യമൊക്കെ വളരെ കുറച്ച് സെക്കൻഡുകളെ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ 1 മാസത്തോളം ഇങ്ങനെ നോക്കി. കാരണം വിദേശത്തുള്ളവർക്ക് മനസ്സിലാവും, പെട്ടെന്നൊന്ന് സ്പെഷ്യാലിറ്റിയെ കാണാനായിട്ട് അവർ പെർമിഷൻ തരത്തില്ല. അപ്പോൾ ഞങ്ങൾ 1 മാസം കഴിഞ്ഞ് കൊച്ചിനിങ്ങനെ പിന്നെയും വന്നുകൊണ്ടിരുന്നപ്പം ഫാമിലി ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അവർ ഞങ്ങളോട് വീഡിയോ ഒക്കെ എവിഡൻസ് ചോദിക്കും, കാരണം അതെപ്പോഴും ഉണ്ടാകത്തില്ലാത്തതുകൊണ്ട്. അപ്പം ഞങ്ങളെ സ്പെഷ്യാലിറ്റിയിലേക്ക് റെഫർ ചെയ്തവർ. ഞങ്ങൾ തിരിച്ചു വന്ന് പിന്നെ 1-2 ദിവസം കുഴപ്പമൊന്നുമില്ല. പിന്നെയും കൊച്ചിനിങ്ങനെ തന്നെ വരുവാണ്. ഞങ്ങൾ സ്പെഷ്യാലിറ്റി വിളിച്ചില്ല. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, ഒത്തിരി റെഫറൻസ് ഉള്ളത് കൊണ്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എത്ര മാസമോ എത്ര വീക്കൊന്നും വെയിറ്റ് ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, വിളിക്കുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം പിന്നെ ഇങ്ങനെ വന്നപ്പം ഞങ്ങൾ ഇവിടെ എനിക്കറിയാവുന്ന ഒരു പീഡിയാട്രീഷ്യനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പം കൊച്ചിനെ നാട്ടിൽ കൊണ്ടുവരാൻ ഇവിടെ നോക്കിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വീഡിയോ എല്ലാം സാറിന് അയച്ചു കൊടുത്തു. അപ്പോൾ സാറ് പറഞ്ഞു, ഞാനും എൻ്റെ ഒരു സീനിയറുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് 2-3 ദിവസം വേണം, ഒരു വീക്കെൻഡാണ്, അപ്പം ഞാൻ വിളിച്ചോളാമെന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ വാട്സപ്പിലെല്ലാം അയച്ചു കൊടുത്തു. അതിനുശേഷം ഇടയ്ക്കിടയ്ക്കാണ് ഇത് വരുന്നത്. അപ്പോൾ 1 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കൊച്ചിന് അത്രയും നാളുമൊക്കെ 10 സെക്കൻഡൊക്കെ ഉള്ളായിരുന്നു, 5 അല്ലെ 10 സെക്കൻഡ് ഇങ്ങനെ സ്പാസം വരത്തുള്ളൂ. അങ്ങനെ അയച്ചു കൊടുത്ത് 1 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ഇങ്ങനെ തന്നെ വരുവാണ്. അത് കുറേ ഒരു 1/2 സെക്കൻഡോളം എടുത്ത് കൊച്ച് വെയിറ്റ് ചെയ്ത്. അപ്പം സാധാരണ റെസ്പോണ്ട് ചെയ്യും ഞാൻ വിളിക്കുമ്പോൾ. അവളുടെ ഇത് ഒന്നും ചെയ്യുന്നില്ല, കൊച്ചിങ്ങനെ അനങ്ങാതെ കിടക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് പീഡിയാട്രിക് ഓൺലൈനിൽ ഹെൽപ്പ് ലൈൻ ഉണ്ട്, ഞങ്ങൾക്ക് വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് ഭയങ്കരമായിട്ടും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കേസസ് ഉണ്ട്, അതുകൊണ്ട് കൊച്ചിന് ഇപ്പം ഫിറ്റ്സ് ഇല്ലെങ്കിൽ ഫിറ്റ്സ് ആണെന്ന് കൺഫേം ഒന്നുമില്ല, പക്ഷേ ഇങ്ങനെ റെസ്പോണ്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം നിങ്ങൾ കൊണ്ടുവന്ന് കൊച്ച് അനങ്ങുന്നുണ്ട്, അവർ സംസാരിക്കാൻ നോക്കുമ്പോൾ സംസാരിക്കുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊന്നും ചെയ്യത്തില്ല, നിങ്ങൾ 5-6 മണിക്കൂർ EDയുടെ വെയിറ്റിംഗ് റൂമിൽ ഇരുത്തത്തേ ഉള്ളൂ. അപ്പോൾ ഈ രാത്രി കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞു വീട്ടിൽ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഓൺലൈനിൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് 1-2 തവണ ഇവൾക്ക് വേണ്ടി അല്ലാതെ ഇട്ടിട്ടുണ്ടായിരുന്നു ഉണ്ടായ സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ. അപ്പം എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടുത്തെ ഡോക്ടർമാരും ഒന്നും പറയുന്നില്ല, അവിടുത്തെ ഡോക്ടർമാരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, എമർജൻസി പോലും കൊണ്ടുവരാനായിട്ട് അവർ സമ്മതിക്കുന്നുമില്ല. അപ്പം എന്നാ ചെയ്യണമെന്നറിയാതെ ഞാൻ പ്രാർത്ഥന മുറി വന്നിങ്ങനെ കരഞ്ഞ്, ഞങ്ങളുടെ പ്രാർത്ഥന മുറിയുടെ അവിടെ ഒരു കൃപാസന പത്രമുണ്ട്, മമ്മി എനിക്ക് ഒരു പ്രാവശ്യം ഓൺലൈൻ വീട്ടിൽ വന്നപ്പോൾ ലീവിന് വന്നപ്പോൾ തന്നു വിട്ട പത്രം, അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് കരയുമ്പോൾ എൻ്റെ മനസ്സിലാരോ പറയുന്നുണ്ട്, ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ടാണ് വെബ്സൈറ്റെല്ലാം ഓൺ ചെയ്ത് നോക്കി, കുറേ ഇങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ട് ഞാൻ അവിടെ ഇരുന്ന് തന്നെ ഞാൻ ഓരോ നിയോഗങ്ങൾ, അപ്പോൾ ആദ്യത്തെ നിയോഗം എഴുതാനായിട്ട് ഞാൻ തുടങ്ങിയപ്പം തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് വേറെ നിയോഗമൊന്നും സാധിച്ചു തരണ്ട, എനിക്ക് ഇത് കൊച്ചിന് സൗഖ്യം മാത്രം കിട്ടിയാൽ മതി. കാരണം 7 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം മൈൽ സ്റ്റോൺസ്, അവൾക്ക് എന്തെങ്കിലും തലച്ചോറിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അവൾക്കും സൗഖ്യം മാത്രം മതി, എനിക്ക് വേറെ എല്ലാ നിയോഗവും സാധിച്ചില്ലല്ലോ, അത് മാത്രം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ നിയോഗവും എഴുതി 6 നിയോഗം എഴുതി ഞാൻ സബ്മിറ്റ് ചെയ്തു. അപ്പം ഓരോ സമയമുണ്ട്, പ്രത്യേക സമയത്താണ് അവൾക്ക് ഈ സ്പാസം വരുന്നത്, അതെനിക്ക് അറിയാം.
അപ്പം പിറ്റേ ദിവസം തൊട്ട് ഞാൻ നോക്കി കൊച്ചിന് എങ്ങനെയുണ്ട്. അപ്പം ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ ദിവസം അപ്പം ഞാൻ തന്ന ചെറിയ ഒരു ബ്രേക്ക് പോലായിരിക്കും. രണ്ടാമത്തെ ദിവസം, മൂന്നാം ദിവസം കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് ഇപ്പം ഞാൻ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, സാധാരണ എൻ്റെ എന്തെങ്കിലും നിയോഗങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിയോഗിക്കാനുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വർഷങ്ങളെടുത്താണ് എനിക്ക് എൻ്റെ ഓരോ കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിരിക്കുക. അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അച്ഛൻ പറയുന്ന പോലെ ടൈം ഷോർട്ടനിങ് അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാനത് കണ്ട അന്നാണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത് എൻ്റെ കൊച്ച് പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് എനിക്കൊരു തെളിവ് വേണം. അപ്പം എനിക്കൊരു എന്തെങ്കിലും എന്തെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കണ്ട സാക്ഷ്യങ്ങളെല്ലാം എല്ലാവരും വിദേശത്ത് പോകുന്നതും അല്ലാതെ രോഗസൗഖ്യം കിട്ടിയത്. അപ്പം കുഞ്ഞുങ്ങളുടെ ഒരു സാക്ഷ്യവും ഞാൻ കണ്ടിട്ടില്ല അന്ന് വരെ. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പം ഇറ്റലിയിൽ നിന്നൊരു ചേച്ചി വന്ന് സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. ആ ചേച്ചിയുടെ കൊച്ചിനിങ്ങനെ എന്തോ പറ്റിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞ കാര്യം പോലും മാതാവ് എനിക്കത് കാണിച്ചു തരുന്നുണ്ട്. അപ്പം എൻ്റെ കൊച്ചിന് പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് എനിക്കത് മനസ്സിലായി. അപ്പം ഇവിടുത്തെ പീഡിയാട്രീഷ്യൻ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, പ്രത്യേകിച്ചൊന്നും എനിക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഇനി ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. 1.5 മാസം കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പം ഞാനിങ്ങനെ വെറുതെ ചോദിച്ചു, അതെന്നെ പീഡിയാട്രിയിൽ നിന്ന് ഇവിടുന്ന് കോൺടാക്ട് ചെയ്യാഞ്ഞേ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ സിസ്റ്റം തുറന്ന് നോക്കിയപ്പം പറയുക, ഞങ്ങൾക്കറിയത്തില്ല, ഇന്നേ വരെ സംഭവിച്ചിട്ടില്ല. സാധാരണ റെഫറൻസ് ഫാമിലി ഡോക്ടറിൽ നിന്ന് സ്പെഷ്യാലിറ്റി പോകുമ്പോൾ അവർ ചുമ്മാ ഓൺലൈൻ റെഫറൻസാണ് വിടുന്നത്. അത് അന്നേരം തന്നെ അവർക്ക് അവിടെ കിട്ടും. പക്ഷേ കൊച്ചിൻ്റേത് അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുക, അവളുടെ അതുവരെ പോയില്ല. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയത്തില്ല എന്നാ സംഭവിച്ചതെന്ന്, ഞങ്ങളിപ്പം തന്നെ ഇട്ടേക്കാമെന്ന് പറഞ്ഞ് അവർ വീണ്ടും റെഫറൻസ് ഇട്ടു. ഒരു ദിവസം കഴിഞ്ഞപ്പം തന്നെ ഒരു പീഡിയാട്രീഷ്യൻ എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇപ്പം കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും ഏകദേശം 1 മാസത്തോളം കഴിഞ്ഞു കൊച്ച് ഓക്കെ ആയിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട്. അപ്പം എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് ഞാൻ നിയോഗമായിട്ട് വെച്ചത് ഞങ്ങൾക്കൊരു ഭവനം വാങ്ങിക്കാനായിട്ടാണ്. ഞങ്ങൾക്ക് അവിടെ ഒരു വീട് വാങ്ങിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കുറഞ്ഞതൊരു 10% ഡെപ്പോസിറ്റ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇടണം. അപ്പം ഞങ്ങളുടെ കയ്യിൽ ആപ്പാടെ 2%, 2.5% ഡെപ്പോസിറ്റ് ഇടാനായിട്ടുള്ള ഫണ്ടേ അന്നുള്ളൂ. അപ്പം ഞങ്ങൾ ലോണിന് വേണ്ടിയിട്ട് ഇവിടെയും നാട്ടിലും അവിടെയും ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്കൊന്നും പറ്റുന്നില്ല. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, 2-3 വർഷം കൂടെ വെയിറ്റ് ചെയ്യ്, അപ്പോഴേക്കും ആയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ കാരണം 6 നിയോഗങ്ങൾ ബാക്കിയെല്ലാം കൊച്ചിൻ്റെ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ വെറുതെ ഇങ്ങനെ അന്നേരം തോന്നിയ നിയോഗങ്ങളാണ് എഴുതിയത്. അപ്പം ഞങ്ങൾ നേരത്തെ കോണ്ടാക്ട് ചെയ്ത ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറും ഞങ്ങളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ആവശ്യമായിട്ട് എല്ലാ നിർദ്ദേശങ്ങളും പിന്നീട് നടന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ടൈം ഷോർട്ടനിങ്ങാണ്. ഞങ്ങൾക്ക് ഒരു 6 മാസം പോലും എടുത്തില്ല. ഒരു 3.5-4 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ കീ ഞങ്ങൾക്ക് കിട്ടി. അത് കിട്ടി. ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെ അന്ന് ആഗസ്റ്റ് 15-ാം തീയതി ഞങ്ങൾക്ക് ആ വീട് ബ്ലെസ് ചെയ്യാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹം മാതാവ് തന്നു. അപ്പോൾ ഓരോ കാര്യം നടക്കുമ്പോഴും മാതാവ് എന്നെ കാണിച്ചു തരുന്നുണ്ട്, ഇത് നിൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ഇത് നിനക്കിത് ഗ്രേസായിട്ട് കിട്ടിയതാണെന്ന് അമ്മ ഓരോ നിയോഗങ്ങളും എനിക്ക് സാധിച്ചു തരുമ്പം കാണിച്ചു തരാറുണ്ട്. 3-ാമത്തെ നിയോഗം എനിക്ക് സാധിച്ചു കിട്ടിയത്, ഇത് ഞാൻ ഓൺലൈൻ ക്യാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റാണ് ഇട്ടത്. കാരണം ഈ നിയോഗം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. ഞാൻ ഒരു നേഴ്സാണ്, ഞങ്ങൾ വിദേശത്തായിട്ട് വളരെ വർഷങ്ങളായി. അപ്പം ഞാൻ ഇവിടെ ഡിപ്ലോമയാണ്, അവിടെ ചെന്ന് പോസ്റ്റ് BSc എല്ലാം പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് എഡ്യൂക്കേഷണലായിട്ട് എനിക്ക് ഭയങ്കര ഒരു അഹങ്കാരം ഉണ്ടെന്ന് തന്നെ എനിക്ക് പറയാം. എനിക്കൊരു യോഗ്യതയുണ്ട്, എനിക്ക് കിട്ടും, എനിക്ക് BSc നേഴ്സായിട്ട് എനിക്കവിടെ RN ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഞാൻ എൻ്റെ പേപ്പറെല്ലാം സബ്മിറ്റ് ചെയ്തപ്പോൾ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് എനിക്ക് അവിടെ എൻറോൾഡ് നേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് RNൻ്റെ താഴെ EN എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റിലാണ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. പക്ഷേ ഞങ്ങൾ ഇത്രയും വർഷം കാത്തിരുന്ന് കിട്ടിയതായതുകൊണ്ട് ഞാൻ അത് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തു. 3-4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാനിനി ഇത് കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഞാനൊരു പുതിയ കോഴ്സ് പഠിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു 2 കോഴ്സ് സെലക്ട് ചെയ്തു. പക്ഷേ ആ സമയത്താണ് വിജയകുമാർ സാറിൻ്റെ ഒരു ടോക്ക് ഞാൻ കേട്ടത്. അപ്പം സാറ് പറഞ്ഞു, നിങ്ങൾക്കിങ്ങനെ എന്തെങ്കിലും ഒരിക്കലും നടക്കത്തില്ലെന്ന് നിങ്ങൾ തോന്നുന്ന ഒരു കാര്യം പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പിന്നെ അതങ്ങ് മറന്നു കളയും. പിന്നെ അത് വിഷമമായിട്ട് തിരിച്ചു വരുവാണെങ്കിൽ തന്നെ നിങ്ങൾ അത് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ്, പിന്നെ ഞാൻ എന്തിനു വിഷമിക്കണം, ഇങ്ങനെ ഒരു ടോക്ക് കേട്ടു. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു, ഇത് നഴ്സിംഗ് കൗൺസിൽ ന്യൂസിലാൻഡിൻ്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ അവർ അവർ പിന്നെ മാറ്റത്തില്ല. അപ്പം എനിക്ക് ഓൾറെഡി എൻറോൾഡ് നേഴ്സായിട്ടുള്ള രജിസ്ട്രേഷൻ ഉണ്ട്.
ഞാൻ അവരെ വർഷങ്ങളായിട്ട് അതിനുശേഷം അതിന് മുമ്പും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വ്യക്തമായിട്ട് എന്നോട് ഇമെയിൽ ത്രൂ പറഞ്ഞിട്ടുണ്ട്, നീ ഇത് ഒന്നെങ്കിൽ നിനക്ക് പോയിൻറ്റ്സ് വെച്ചിട്ട് 18 മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ 3 വർഷത്തെ കോഴ്സ് BN പഠിക്കാതെ ഇനി നിനക്ക് ആറാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റ് അയച്ച ഇമെയിൽ ഞാൻ വീണ്ടും അവർക്ക് കോപ്പി പേസ്റ്റ് അയച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ആപ്ലിക്കേഷൻ ഒന്നുകൂടെ നിങ്ങൾ റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അവർ പറഞ്ഞു എൻ്റെ സീനിയർ ആയിട്ട് ഞാൻ കോൺടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവരെന്നെ ഒരു ഇമെയിൽ അയച്ചു. അത് 1-2 പ്രാവശ്യം ഇതിനു മുമ്പും കിട്ടിയിട്ടുണ്ടോ ഞാൻ അധികം മൈൻഡ് ചെയ്തില്ല. പിന്നീട് എനിക്ക് അവരുടെ സീനിയർ വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു കമ്മിറ്റി കൂടി ഞങ്ങളൊരു എക്സ്പേർട്ട് ഒപ്പീനിയന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞു. ഒരു 1-1.5 മാസത്തിനുള്ളിൽ എനിക്ക് അവിടുന്ന് റിപ്ലൈ വരികയാണ്. എനിക്ക് ക്യാപ്പ് പോലെ ഒരു ചെറിയ ഷോർട്ട് കോഴ്സ്, അത് എനിക്ക് വേണ്ടി മാത്രം ചെയ്യാം. അത് 2-3 ഒപ്പീനിയൻ ഉണ്ട്, അതിനകത്ത് ഒരെണ്ണമാണ് ഞാൻ പറയുന്നത്. അത് ചെയ്യാം. അത് ചെയ്യാനായിട്ട് നിനക്ക് പ്ലേസ്മെൻറ്റ് തരുന്ന ഏതെങ്കിലും കോളേജ് ഉണ്ടെങ്കിൽ നീ അവിടെ ചെന്ന് ചോദിച്ച് നീ ചെയ്തോ, ഞങ്ങൾക്ക് ഇവിടുന്ന് പ്രശ്നമൊന്നുമില്ലെന്ന്. അത് ആ പേപ്പർ കണ്ടപ്പം തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം അങ്ങനെ ഒരിക്കലും ഒരു ആൾക്ക് വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്യത്തില്ല. അല്ലെങ്കിൽ അവരുടെ ഓഫീസ് വില്ലിംഗ്ടൺ ആണ്, അവരവിടെ വിളിച്ച് നമ്മളെ പേഴ്സണലി അവർ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ, ചെയ്താൽ തന്നെ. പക്ഷേ ഇതെല്ലാം ഓൺലൈൻ വഴി, അവരെന്നെ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ എനിക്കവർ പേപ്പർ ഒഫീഷ്യലി തന്നു. ഞാൻ കോൺടാക്റ്റ് ചെയ്തു ഓരോ കോളേജിൽ. പക്ഷേ ഞാൻ ഓരോ ആൾക്കാരെ ഞാൻ ഇതിനു വേണ്ടി കാണുമ്പോൾ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഓരോ മനുഷ്യരെ പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി അവിടെ നിയോഗിക്കുന്നതാണ്. അതും എല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സാണ് എനിക്ക് വേണ്ടി സംസാരിക്കുന്നത്. എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അവിടെ അങ്ങനെയൊന്നും ആർക്കും വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്മാരൊന്നും ആർക്കും വേണ്ടി ഒരു ഇൻഡിവിജ്വലി ഒന്നും ചെയ്യാറില്ല. എനിക്ക് വേണ്ടി മാത്രം അവരൊരു കോഴ്സ് ലാസ്റ്റ് ഇയർ BNൽ എനിക്ക് പ്ലേസ്മെൻറ്റ് തന്നു. അതും ഇൻറ്റേൺഷിപ്പ് തുടങ്ങാൻ പോകുന്ന പിള്ളേരുടെ കൂട്ടത്തിൽ. അതൊക്കെ വലിയ അത്ഭുതം. അത് എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി. പ്ലേസ്മെൻറ്റിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടായ ഒത്തിരി അനുഭവങ്ങളുണ്ട് ബാഡായിട്ട്. പക്ഷെ പരിശുദ്ധ അമ്മ അവിടെ നിന്നെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവന്നു. എനിക്ക് സ്റ്റേറ്റ് എക്സാം ഒന്നും എഴുതാതെ തന്നെ സാധാരണ അവിടുത്തെ കോളേജിൻ്റെ എക്സാം എല്ലാം എഴുതി എന്നെ. അപ്പം പറയേണ്ടത്, ഞാൻ ഈ ഉടമ്പടി എടുത്ത സമയത്ത് സാക്ഷ്യങ്ങൾ കാണാനായിട്ട് തുടങ്ങിയ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വെഞ്ചരിച്ച ഉപ്പ് ഉപയോഗിച്ച് ഒത്തിരി അനുഭവം കിട്ടുന്നത്. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, മാതാവേ എനിക്ക് വെഞ്ചരിച്ച് എന്തെങ്കിലും ഒരു വസ്തു, എനിക്ക് ഉപ്പാണ് എനിക്ക് അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ സ്റ്റക്ക് ചെയ്ത് ഓരോ സാക്ഷ്യം കേൾക്കും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വെഞ്ചരിച്ച് ഉപ്പ് കിട്ടാനായിട്ട് ഒരു മാർഗവും ഇല്ല. പക്ഷേ മമ്മി ഇങ്ങനെ ഉടമ്പടി എടുത്ത് 1-2 മാസം കഴിഞ്ഞപ്പം പറഞ്ഞു, മമ്മി ഇവിടെ വന്നു, ഇവിടുന്ന് വെഞ്ചരിച്ച ഉപ്പ് കൗണ്ടറിൽ നിന്ന് വാങ്ങിച്ചു, ഞാനത് അയച്ചു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടൊന്നുമില്ല, മമ്മി ഇങ്ങോട്ട് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് എനിക്ക് കിട്ടിയതാണ് വെഞ്ചരിച്ച ഉപ്പ്. അപ്പം എന്തെങ്കിലും ഒരു വിഷമോ പ്രയാസം ഉണ്ടെങ്കിൽ അന്ന് തൊട്ട് തന്നെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. കുഞ്ഞിന് പ്രത്യേകിച്ച് അസുഖങ്ങൾ പനിയൊക്കെ വരുമ്പോഴൊക്കെ. അപ്പം ഇങ്ങനെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലിയൊക്കെ പ്രാർത്ഥിച്ചു. കാരണം ഞാൻ 10 വർഷത്തിൽ പൊക്കത്തായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ലാസ്റ്റ് സെമസ്റ്ററിലോട്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. 2-3 മാസം കൊണ്ട് 3 വർഷത്തെ എക്സാം, അവിടുത്തെ സ്റ്റേറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യണമെന്ന് അവരെന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു വിധത്തിലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. 3 വർഷത്തെ ഉള്ളത് 2-3 മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ എപ്പം പഠിക്കാനിരുന്നാലും എപ്പോഴും ഞാൻ ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഉപയോഗിക്കുകയും പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുമ്പ് ആരും ചവിട്ടാത്തൊരു സ്ഥലത്തിട്ട് അത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉന്നതമായ ഒരു സ്കോറോടുകൂടി കർത്താവ് എനിക്ക് വിജയം നൽകി. അതിനുശേഷം അവർ പറഞ്ഞു സ്റ്റേറ്റ് എക്സാം എഴുതണ്ട, എനിക്ക് സാധാരണ എക്സാം അവിടുത്തെ കോളേജിൻ്റെ എക്സാം തന്നെ അവർ അക്സെപ്റ്റ് ചെയ്തു. പ്ലേസ്മെൻറ്റും എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ എക്സാം എല്ലാം കഴിഞ്ഞ് പ്ലേസ്മെൻറ്റ് കഴിഞ്ഞ് തീരാറായപ്പം എൻ്റെ മാനേജർ എന്നോട് പറയുവാണ്, ഞാൻ അവിടുത്തെ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവരെന്നോട് പറഞ്ഞു, ടിനു വേറൊരു സ്ഥലത്തോട്ട് ജോലി നോക്കിയോ, കാരണം ന്യൂസിലാൻഡിൽ ജോബ് ഫ്രീസ് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് പുറത്തോട്ട് പറയുന്നതേ ഉള്ളൂ. ഇപ്പം തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ അപ്ലൈ ചെയ്തു, ജോലി കിട്ടാനായിട്ട് ഒരു ചാൻസും ഇല്ല. കാരണം ഇപ്പം നിലവിലുള്ള ഒരൊറ്റ വേക്കൻസി പോലും ഫില്ല് ചെയ്യേണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ടെല്ലാം അപ്ലൈ ചെയ്തു. ഒരിടത്തുനിന്നും ഞങ്ങൾക്ക് റെസ്പോണ്ട് പോലും വരുന്നില്ല. ഒരു 50-55 സ്ഥലത്തെങ്കിലും ഞാൻ 1-2 ആഴ്ച കൊണ്ട് അപ്ലൈ ചെയ്തു, എങ്ങോന്നും ഒരു റെസ്പോൺസ് വരുന്നില്ല. അതിനുശേഷം എനിക്ക് ചെറിയൊരു വിഷമം വന്നപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്നു, ഇത്രയും വരെ എത്തിച്ചത് മാതാവാണ്. പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ മെറിറ്റിൽ ഞാൻ അത് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ഈ RN-ആയിട്ട് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാതാവ് തന്നതാണ്. അപ്പോൾ എനിക്ക് മാതാവിനറിയാമല്ലോ എനിക്ക് ജോലിയുടെ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ മാതാവ് തന്നോളൂ എന്ന് എനിക്ക് ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു. 7 മാസത്തോളം എനിക്ക് ജോലിക്ക് പോകാതെ തന്നെ എനിക്ക് അത് പ്ലേസ്മെൻറ്റ്, പഠിത്തം, അത് കഴിഞ്ഞിട്ട്
എനിക്ക് ജോലി കിട്ടാനുള്ള താമസം, അതിനെല്ലാം വരെയുള്ള ആനുവൽ ലീവും എല്ലാം തന്നിട്ടാണ് പരിശുദ്ധ അമ്മ എല്ലാം അറേഞ്ച് ചെയ്തെന്നുള്ളതാണ്. ആ സമയത്തിനുള്ളിൽ ഒരു വിധത്തിലുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാതാവിനെ അറിയിച്ചില്ല. അതിനുശേഷം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് തന്നെ എന്നോട് ഇങ്ങോട്ട് പറയുവാണ്, നീ വിഷമിക്കേണ്ട, ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കാം. അപ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, അത് കേൾക്കുമ്പോൾ അറിയാം. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഒരു 1.5 മാസം ഞാൻ ജോലിയില്ലാതെ വീട്ടിൽ ഇരുന്നപ്പോഴൊന്നും അവരെന്നോട് ഇടയ്ക്ക് പറയുന്നുണ്ട്. ഞാൻ സംസാരിച്ചു, എൻ്റെ ഹെഡിനോട് സംസാരിച്ചു. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ച് ഇമെയിൽ കാണിച്ചിട്ട് അവരെന്നോട് പറയാണ്, എൻ്റെ മുകളിലുള്ള ഏകദേശം 8ഓളം മാനേജേഴ്സ് അപ്രൂവ് ചെയ്തിട്ട് നിൻ്റെ ജോലി ഞാൻ ഇവിടെ സ്ഥിരപ്പെടുത്തിയെന്ന്. എന്നിട്ട് അതിനോടൊപ്പം അവർ പറയുവാണ്, എൻ്റെ അറിവിൽ ഇവിടെ ഒരൊറ്റ വേക്കൻസി ഫില്ലായിട്ടില്ല ഈ DHPസിൽ. എനിക്കറിയത്തില്ല നിനക്ക് എങ്ങനെയാണ് ഈ ജോലി തന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് പരിശുദ്ധ അമ്മയുടെ മഹത്വം മാത്രമാണ്. കാരണം അവർ പ്രാർത്ഥിക്കുന്ന സ്ത്രീയൊന്നുമല്ല, പക്ഷേ അവരെ പറഞ്ഞു ഇതൊരു മിറക്കിളാണ്, അതുകൊണ്ട് നിൻ്റെ വിശ്വാസം കൊണ്ട് മാത്രമാണ് നിനക്ക് ഈ ജോലി കിട്ടിയെന്ന് അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ, ഞാൻ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ എനിക്കൊരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് കയറാനായിട്ട് പരിശുദ്ധ അമ്മ എന്നെ അനുവദിച്ചു. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമെന്ന് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറയേണ്ടത് ഞാനൊരു സാക്ഷ്യം കേട്ടപ്പോൾ ഒരു ചേച്ചിയോട് ഇങ്ങനെ പറയുന്നുണ്ട്. അവർ ബാംഗ്ലൂരാണ്, അവർക്ക് ഗ്യാസ് ലീക്ക് ഉണ്ടായി അവരുടെ കിച്ചണിൽ നിന്ന് ഒരു വലിയ തീപിടുത്തത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ട ഒരു സാക്ഷ്യം കേട്ടു. അന്ന് മുതൽ ഞാൻ എപ്പോൾ അടുക്കള കയറി കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കും, പരിശുദ്ധ അമ്മേ എൻ്റെ ഗ്യാസ് ഇങ്ങനെ സിലിണ്ടറിൻ്റെ അവിടെ മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാണ്, എനിക്കൊരു വിധത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന്. അപ്പോൾ ഞാൻ ആ സമയത്ത് താമസിച്ചുകൊണ്ടിരുന്ന വീടെന്ന് പറഞ്ഞാൽ അത് ഒത്തിരി കാട് പോലത്തെ ഒരു സ്ഥലത്താണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ തീപിടുത്തം ഉണ്ടെങ്കിൽ അവിടെ നല്ലൊരു ഒരു ഡിസാസ്റ്റർ തന്നെ സംഭവിക്കാമെന്നുമല്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ കിച്ചണിൽ കയറിയ സമയത്ത് ഭയങ്കര ഒരു ഗ്യാസ് ലീക്കിൻ്റെ മണം. ഞാൻ ചെക്ക് ചെയ്തിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ല. അതിനുശേഷം അപ്പം ഞാനത് പുറത്തെല്ലാം പോയി ചെക്ക് ചെയ്തു, ഒന്നും കാണുന്നില്ല. അതിന് പിറ്റേ ദിവസം ഇത് തന്നെ. അപ്പോൾ എനിക്ക് കുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ചെന്ന് എല്ലാം ചെയ്തു. ഞാൻ സാധാരണ ഓപ്പൺ ചെയ്യുന്ന കിച്ചൺ ടോപ്പ് തുറക്കാൻ പോയപ്പം ഞാൻ ക്ലീൻ ചെയ്ത വഴിക്ക് ഞാൻ ഏറ്റവും ചെറുത് അങ്ങോട്ട് തുറന്നിട്ട് ഞാൻ അറിഞ്ഞില്ല, അത് തുറന്ന് കിടക്കുവാണ്. അത് എനിക്കറിയത്തില്ല. അത് മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ മാത്രമല്ല, ആ ഭവനം ഇരിക്കുന്ന ചുറ്റുപാടുമുള്ള എല്ലാ ഭവനത്തെയും, നമ്മളൊരാൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ആ സമൂഹം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളൊരു വലിയൊരു അനുഗ്രഹം പരിശുദ്ധ അമ്മേനെ കാണിച്ചു തന്നു. ചെറുതും വലുതുമായിട്ടുള്ള അനവധി അനുഗ്രഹങ്ങൾ. ഞാൻ 12 വർഷമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് 3 മാസം കൊണ്ട് 4 മാസം കൊണ്ടൊക്കെ, ഈ 2 വർഷത്തിനുള്ളിൽ എനിക്ക് തന്നതിൽ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്, പറഞ്ഞാലും തീരത്തില്ല. എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും യേശു തമ്പുരാൻ ഞാൻ നന്ദി പറയുകയാണ്. പക്ഷെ ഭൗതികമായിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾക്ക് അപ്പുറം ഞങ്ങളുടെ ജീവിതത്തിൽ ആധ്യാത്മികമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങളും അനുഗ്രഹങ്ങളുമാണ് ഉണ്ടായത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത്, ഞങ്ങൾ പ്രാർത്ഥന ഭയങ്കര കുറവായിരുന്നു. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ കുറച്ച് നാൾ പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകുന്നത് ഭയങ്കര കുറവായിരുന്നു. ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ ഓൺലൈൻ കുർബാന. അതിന് എന്തെങ്കിലും എക്സ്ക്യൂസ് ഞാൻ കണ്ടുപിടിക്കും. ഈ ആഴ്ച കോവിഡിൻ്റെ കേസ് കുറവാണ്, അപ്പം അന്ന് ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ നമ്പർ തരും അവർ, ആ നമ്പറിലുള്ളവരെ കയറ്റത്തുള്ളൂ. അപ്പം ഞാൻ കുറച്ചുകൂടെ ലേറ്റായിട്ട് പോകും. അപ്പം അത്രയും പേരുണ്ടല്ലോ ഓൾറെഡി പള്ളിക്കകത്ത്, അപ്പം പിന്നെ കയറാൻ മേല എന്നുള്ള ഇതിൽ. പക്ഷേ അത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, സാധിക്കുന്ന അത്രയും സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട്, പ്രത്യേകിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് മാതാവ് അനുഗ്രഹിച്ച് അതിന് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എനിക്ക് കിട്ടിയ അനുഗ്രഹം എനിക്ക് മാത്രമല്ല, എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞിന്, പ്രത്യേകിച്ച് ഈ വിദേശത്ത് വളരുന്ന കുഞ്ഞുങ്ങളിൽ ഞങ്ങൾ കാണാറുള്ളതാണ് പ്രാർത്ഥന വളരെ കുറവാണ്. അപ്പം എല്ലാവരും അല്ല. അപ്പം എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ഒരു പ്രാർത്ഥനാ നിയോഗം എന്ന് പറഞ്ഞത് എൻ്റെ കുഞ്ഞ് വിശ്വാസത്തിൽ വളരുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കുമ്പസാരിക്കാനായിട്ടുള്ള കൃപ കിട്ടി. കുമ്പസാരിക്കാനുള്ള കൃപ കിട്ടിയതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഓൺലൈനിൽ ഇരുന്ന സമയത്ത് എനിക്ക് എല്ലാ 2 ആഴ്ചയും കുമ്പസാരിക്കാൻ പോകാനായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ വീണ്ടും ഈ നിർദ്ദേശങ്ങൾ വായിച്ചു നോക്കിയ ഒരു ദിവസമാണ് ഞാൻ കണ്ടത്, ഇങ്ങനെ 2 ആഴ്ച കുടുംബം കുമ്പസാരിക്കണമെന്ന്. അവിടെ എല്ലാ ദിവസവും ശനി ഞായറാഴ്ച ബാക്കി എല്ലാ ദിവസവും കുമ്പസാരമുള്ള ഒരു കത്തീഡ്രലിലാണ് ഞാൻ കുമ്പസാരിക്കാൻ സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്നത്. ഞങ്ങൾ 14 വർഷമായിട്ട് അവിടെ ഉണ്ട്. അപ്പം ഞാൻ സ്ഥിരം പോകുന്നതാണ് ആ പള്ളിയിൽ. അപ്പോൾ എനിക്കറിയാം ഞാൻ പോകുമ്പോൾ എല്ലാം അവിടെ കുമ്പസാരം നടന്നുകൊണ്ടിരിക്കുക. ഇന്നേ വരെ ആ പള്ളി അടച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുമ്പസാരിക്കാൻ പോയ 3 വ്യത്യസ്തമായ ദിവസങ്ങളിൽ പല സാഹചര്യം കൊണ്ട് ആ പള്ളി തന്നെ അവിടെ ഒന്നെങ്കിൽ പള്ളി അടച്ചിട്ടിരിക്കുക, അല്ലെ അവിടെ അന്ന് അച്ഛനില്ല കുമ്പസാരിക്കാനൊക്കെ പറഞ്ഞത് തിരിച്ചു പോരേണ്ട അവസ്ഥ വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു നല്ല കുമ്പസാരം നടത്താൻ വേണ്ടി എന്തോരം ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയെന്ന്.
അത് എനിക്ക് 4-ാമത്തെ ദിവസം അനുഗ്രഹമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ എനിക്കറിയാൻ പോലും മേലാത്തൊരു ചേച്ചി ഞാൻ അവിടെ നിന്ന് എനിക്ക് അന്ന് കുമ്പസാരിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായപ്പോൾ ആ ചേച്ചി എന്നോട് വന്ന് ചോദിച്ചു, ഞാൻ കരയുക, മുഖം പൊത്തിപ്പിടിച്ച്, അപ്പോൾ ആർക്കും കാണത്തില്ല ഞാൻ കരയുന്നെന്ന്. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, മോൾ എന്തിനാ കരയുന്നതെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അപ്പം ഇങ്ങോട്ട് ചോദിച്ചു, കുമ്പസാരിക്കാനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ കുമ്പസാരിക്കാനാണ്, പക്ഷേ ഇവിടെ അച്ഛൻ ഇന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി തന്നെ പറഞ്ഞു സാരമില്ല, ഇന്ന് കുർബാനയ്ക്ക് വരുന്ന അച്ഛനോട് ഞാൻ കുർബാനയ്ക്ക് ശേഷം നിനക്ക് വേണ്ടി കുമ്പസാരം അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി മാത്രം ആ ചേച്ചി അച്ഛനെ അവിടെ നിർത്തി എന്നെ കുമ്പസാരിപ്പിച്ചിട്ടാണ് വിട്ടത്. അതൊക്കെ വലിയ അനുഗ്രഹമാണ്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള അനേകം അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദൈവത്തിരുകുമാരനും നന്ദി പറയുന്നു. ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു.